മാനവരാശിക്കായി മനുജനായി അവതരിച്ച ക്രിസ്തുവേശുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിലൂടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 4:1 മുതൽ 7 വരെ. പൗലോസ് ഈ ലേഖനം ഗലാത്യ സഭയ്ക്ക് എഴുതിയതിന്റെ പ്രധാന ലക്ഷ്യമെന്നത് താൻ അവരോട് പ്രസംഗിച്ച കൃപയുടെ സുവിശേഷത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കണ്ടതുകൊണ്ടും മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലുള്ള പ്രവൃത്തികളിലൂടെയല്ല, നേരെ മറിച്ച് ന്യായപ്രമാണത്താൽ അവർ നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചതുകൊണ്ടുമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് യഥാർത്ഥ നീതീകരണം ലഭിക്കുന്നതെന്ന് പൗലോസ് ഈ ലേഖനത്തിലൂടെ അവരോട് വ്യക്തമായി നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന്റെ കുറിവാക്യങ്ങളായി ഗലാത്യർ 4:4-5 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ വാക്യങ്ങളെ ആസ്പദമാക്കി അടിമത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക്, ഫ്രം സ്ലേവറി ടു സൺഷിപ്പ്, ഫ്രം സ്ലേവറി ടു സൺഷിപ്പ് എന്ന ചിന്തയെ ആസ്പദമാക്കി നമുക്ക് ധ്യാനിക്കാം. ഈ വേദഭാഗത്തിൽ ഒരു വിശ്വാസിയുടെ പഴയ സ്ഥിതിയും വിശ്വാസത്തിൽ വന്നതിനു ശേഷമുള്ള സ്ഥിതിയും ഒരു ചെറു ദൃഷ്ടാന്തത്തിലൂടെ നമ്മെ വരച്ചു കാട്ടുന്നു. ഗലാത്യ വിശ്വാസികളിൽ കൂടുതലും വിജാതീയരിൽ നിന്ന് കർത്താവിങ്കിലേക്ക് വന്നവരാണ്. കർത്താവിലേക്ക് വരും മുൻപേ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് ഇവിടെ സമർത്ഥിക്കുന്നു. യഹൂദൻ ന്യായപ്രമാണത്തിന് കീഴിൽ എന്ന പോലെ വിജാതിയൻ ലോകത്തിന്റെ ആദ്യ പാഠത്തിന് കീഴിൽ സ്വതന്ത്രരല്ല. രണ്ടു കൂട്ടരും ഒരു വിധത്തിൽ ബന്ധനത്തിലാണ്. ഇവിടെയാണ് ക്രിസ്തു എന്ന രക്ഷകൻ വിടുതലിന്റെയും പുത്രത്വത്തിന്റെയും സന്ദേശവുമായി കടന്നു വരുന്നത്. ഗലാത്യർ 5-ാം അധ്യായത്തിലും യോഹന്നാൻ 8-ാം അധ്യായത്തിലും ലൂക്കോസ് 4-ാം അധ്യായത്തിലുമൊക്കെ സ്പഷ്ടമായി പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെയും പുത്രത്വത്തിന്റെയും അനുഭവം യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ നമുക്കേവർക്കും സൗജന്യമായി ലഭ്യമായി തീരുന്നു. 4-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഒരു പിതാവ് തന്റെ മകൻ എപ്പോൾ സ്വതന്ത്രനാകണം, എപ്പോൾ അധികാരിയാകണമെന്ന് തീരുമാനിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവവും തീരുമാനിക്കുന്നു. മാനവ സമൂഹത്തെ പ്രത്യാശയും സ്വാതന്ത്ര്യവും കൊടുത്ത് വിടുവിക്കാനുള്ള സമയത്തെ. ദാറ്റ് മീൻസ് ദ ഗോഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ടൈം. ദൈവം അങ്ങനെയാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം നമ്മുടെ നന്മയെ മുൻകണ്ട് ഉചിതമായ വിധത്തിലും സമയത്തിലും പ്രവർത്തിക്കുന്നവനാണ് പിതാവായ ദൈവം. അവൻ തന്റെ പുത്രനെ നമുക്കായി അയച്ചത് ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങുവാനും തന്നിൽ വിശ്വസിക്കുന്ന ഏവരെയും പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുമാണ്. ലഘുവായി പറഞ്ഞാൽ, പുത്രത്വം പ്രാപിച്ച് പക്വത വന്ന നാം യേശുക്രിസ്തുവിലൂടെ ദൈവകുടുംബത്തിന്റെ അംഗങ്ങളായി സകല അനുഗ്രഹങ്ങൾക്കും അവകാശികളായി തീരും. ഈ വേദഭാഗത്തിൽ നിന്ന് പൗലോസ് ഇപ്രകാരം പറഞ്ഞവസാനിപ്പിക്കുന്നു: ഇനി നാം ദാസരല്ല, അടിമകളല്ല, വിജാതീയനല്ല, ദൈവത്തിന്റെ മക്കൾ അത്രയാകുന്നു. വെറും മക്കളല്ല, സകല അവകാശങ്ങളോടും കൂടിയ ദൈവമക്കൾ അത്രേ. How great is the love of God, for He sent His Son to liberate us from sin. But the love of God did not stop with justification and liberation. We are not only justified, but we also have all the rights and privileges to being God's adopted children. We are deeply and dearly loved as the children of God. We are the sons and heirs, and the best part of our inheritance is yet to come. Amen.